നമസ്കാരം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരതം വികസിപ്പിച്ചെടുത്ത ഏറ്റവും അത്യാധുനികമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രോജക്റ്റ് കുഷ. ശത്രുരാജ്യങ്ങളുടെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ പദ്ധതി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. നിലവിൽ 5 സ്ക്വാഡ്രണുകൾ വാങ്ങുന്നതിന് ഇന്ത്യൻ വ്യോമസേന അനുമതി നൽകിയതോടെ പദ്ധതിയുടെ നിർമ്മാണ പരീക്ഷണ ഘട്ടങ്ങൾ അതിവേഗത്തിലായിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് ഇന്ത്യയുടെ തനതായ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഒരു പ്രതിരോധ വ്യൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ 3 തലങ്ങളിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളാണ്. ശത്രുക്കളുടെ വിവിധ തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ വ്യത്യസ്തമായ ശേഷിയിലുള്ള മിസൈലുകൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ഇതിൽ ആദ്യത്തെ M1 വേരിയന്റ് ഏകദേശം 150 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ളതാണ്. 2026 തുടക്കത്തിൽ നടന്ന പരീക്ഷണങ്ങളിൽ ഇതിൻ്റെ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ വിജയകരമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് പിന്നാലെ 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള M2 മിസൈലുകളുടെയും 350 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള M3 മിസൈലുകളുടെയും വികസനം പുരോഗമിക്കുന്നു. ദൂരെയുള്ള ശത്രു വിമാനങ്ങളെയും ബോംബർ വിമാനങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തടയാൻ M3 മിസൈലുകൾക്ക് സാധിക്കും. പ്രോജക്റ്റ് കുഷയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് അതിലെ സങ്കീർണമായ റഡാർ സംവിധാനങ്ങളും കമാൻഡ് സെൻറ്ററുകളുമാണ്. മൾട്ടി ഫങ്ഷൻ കൺട്രോൾ റഡാർ, ലോ ലെവൽ റഡാറുകൾ എന്നിവ ഉപയോഗിച്ച് ശത്രുക്കളുടെ നീക്കങ്ങൾ അതിവേഗം തിരിച്ചറിയുവാൻ ഈ സംവിധാനത്തിന് കഴിയും. ഇന്ത്യൻ വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ തത്സമയ വിവരങ്ങൾ കൈമാറാനും ഏകോപിപ്പിച്ചിട്ടുമുള്ള ആക്രമണങ്ങൾ നടത്താനും സാധിക്കും. മൊബൈൽ ലോഞ്ച് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നതിനാൽ ഈ സംവിധാനം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വേഗത്തിൽ മാറ്റാനും ശത്രുക്കളുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എളുപ്പമാണ്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത S-400 മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് പൂരകമായാണ് പ്രോജക്റ്റ് കുശ വികസിപ്പിക്കുന്നത്. വിദേശ സാങ്കേതിക വിദ്യയെ അപേക്ഷിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സോഫ്റ്റ്വെയറിലും അപ്ഗ്രേഡുകളിലും ഇന്ത്യക്ക് പൂർണ്ണമായ അധികാരം ഉണ്ടായിരിക്കുമെന്നതാണ്. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡ്രോൺ ആക്രമണങ്ങളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും നേരിടാൻ തക്കവണ്ണമാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾ ഇതിനോടകം തന്നെ ഇതിൻ്റെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ പുതിയൊരു വിപ്ലവമായി മാറുന്ന പ്രോജക്റ്റ് കുശ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമയി TV.